മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പതിവില്ലാതെ കരുണ ഒമിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ദുർഗയാണെങ്കിൽ സന്തോഷിക്കുന്നു. മഹാലക്ഷ്മിയുടെ കുഞ്ഞ് നഷ്ടമായ ആ ഒരു നിമിഷത്തിൽ തന്നെ തൻ്റെ മരുമകൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷത്തിൽ കരുണയെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് ദുർഗ. അതേസമയം ഉണ്ണിക്കാണെങ്കിൽ ഒട്ടും സന്തോഷമില്ല. ഉണ്ണിയാണെങ്കിൽ റൂമിൽ പോയി നിരാശനായിട്ടിരിക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ ഉണ്ണിയുടെ ആ ഒരു മുഖഭാവം കണ്ടിട്ട് പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഉണ്ണി നല്ല ദേഷ്യത്തിലാണെന്ന്. അങ്ങനെ റൂമിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, എന്താ ഉണ്ണിയേട്ടാ, എന്തു പറ്റി? അല്ല, നീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ കമലേശ്വരത്തേക്ക് തിരികെ വന്നെങ്കിലും നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താവായി ജീവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഞാനൊരച്ഛനായി മാറും? മഹാലക്ഷ്മി ഏട്ടത്തിയെപ്പോലെ നീയും എന്നെ ചതിച്ചോ? എനിക്കിപ്പോൾ അതാ സംശയം തോന്നുന്നേ എന്ന് പറയുമ്പം ദേ ഉണ്ണിയേട്ട, ചുമ്മാ വേണ്ടാത്തൊന്നും പറയരുത്. അത് ചിലപ്പം കഴിച്ച ഫുഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. എൻ്റെ അമ്മയെന്ന് പറയുന്നത് മഹാലക്ഷ്മി ഏട്ടത്തി ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം പോലും കണ്ടുപിടിച്ച ഒരാളാണ്. അമ്മയ്ക്ക് പ്രസവിച്ച അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. നീ ചുമ്മാ എന്നെ ചതിക്കുമായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്നു. ദേഷ്യത്തോടെ ഉണ്ണി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് കണ്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാകുന്നു. അങ്ങനെ മുത്തശ്ശിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. രാവിലെ ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യാൻ തോന്നി. എന്നെ കണ്ട് ഉണ്ണിയേട്ടൻ്റെ അമ്മ വിചാരിച്ചത് ഞാൻ ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുവാണെന്നാ. ആണോ മോളെ? ഈ സന്തോഷ വാർത്ത അധികം താമസിക്കാതെ ഞാൻ പ്രതാപനെ അറിയിക്കട്ടെ. എന്തായാലും പ്രതാപന് സന്തോഷമാകുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മുത്തശ്ശി കോള് കട്ട് ചെയ്ത് പ്രതാപനോട് പോയി സന്തോഷം പറയുന്നുണ്ട്. അത് കേട്ട് പ്രതാപന് അതിനേക്കായും സന്തോഷം. എന്തായാലും തങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്ന ശത്രുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നശിച്ചപ്പോൾ തങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞു ജീവനെ തരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് പ്രതാപനെയും മുത്തശ്ശിയും സന്തോഷിപ്പിക്കുന്നത്. അതേസമയം പ്രതാപനാണെങ്കിൽ മോളെ വിളിച്ച് പറയുന്നുണ്ട്, ഫുഡൊക്കെ കഴിക്കുമ്പോൾ നോക്കി കഴിക്കണം, ശത്രുക്കൾ കൂടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് മോള് സൂക്ഷിക്കണം. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നശിച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ മഞ്ജുവിനെ ഒന്നും വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ അച്ഛനോടൊന്നും പറയാൻ കരുണയ്ക്കിട്ടാകുന്നുമില്ല. അങ്ങനെ എല്ലാം ഓക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നെങ്കിലും ഉണ്ണിയാണെങ്കിൽ തന്നോട് പരിഭവം കാണിച്ച് പോകുന്നത് കണ്ടിട്ട് കരുണയ്ക്ക് ഒരു സമാധാനമില്ല. ഉണ്ണിയുടെ മാറ്റമൊക്കെ കണ്ടിട്ട് ദുർഗയാണെങ്കിൽ ചോദിക്കുന്നു, എന്താ മോളെ അവനൊരു സന്തോഷമില്ലാത്തതുപോലെ? എനിക്കറിയില്ലമ്മ. എന്തായാലും നിങ്ങൾ അധികം താമസിക്കാതെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണണം. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഡോക്ടറിനെ തന്നെ കണ്ടാൽ മതിയെന്ന് ദുർഗ പറയുന്നത് കേട്ടിട്ട് കരുണ പറയുന്നു, ഇന്ന് തന്നെ ഒന്ന് പോയി കാണിച്ചേ പറ്റൂ. അമ്മ കരുതുന്നത് പോലെ ഞാനൊരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം അതൊക്കെ മോളുടെ വെറും ഒരു തോന്നലാണ്. ഞാൻ മഹാലക്ഷ്മിയുടെ കള്ളത്തരം പോലും കണ്ടുപിടിച്ച ഒരാളാണ്. പ്രസവിച്ച് എനിക്കറിയില്ലേ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ഈ മാറ്റങ്ങളൊക്കെ എന്ന് പറയുന്ന സമയത്ത് കരുണയ്ക്കാണെങ്കിൽ മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ണിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കരുണയാണെങ്കിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന മഹാലക്ഷ്മിയെ ട്രീറ്റ് ചെയ്ത അതേ ഡോക്ടറിനെ തന്നെ കരുണയും കാണുന്നുണ്ട്. ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞ് വന്ന് ഉണ്ണിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഡോക്ടർ. വിഷമരുന്നുള്ളിൽ പോയി ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ഒരുപാട് ക്ഷതം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാസം തോറുമുള്ള ചികിത്സ കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ? മാസം തോറുമുള്ള ചികിത്സയ്ക്ക് നിങ്ങൾ എന്താ ഹോസ്പിറ്റലിലേക്ക് വരാത്തത്? ഞാൻ അന്നേ പറഞ്ഞല്ലേ വിട്ടത് എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ചില അസൗകര്യങ്ങൾ കാരണം വരാൻ പറ്റിയില്ല. കാരണം കരുണയാണെങ്കിൽ അതിനിടയ്ക്ക് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കുകയും പിന്നെ ഹോസ്പിറ്റലിലേക്കൊന്നും രണ്ടുപേരും പോയിട്ടുമില്ലായിരുന്നു. ഇതിപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ചെറിയ അലർജിയാ, അല്ലാതെ ഈ കുട്ടി പ്രഗ്നൻ്റ് ഒന്നും അല്ലെന്ന് ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട്. അത് കേട്ടതും ഉണ്ണിക്കൊരു അല്പ സമാധാനമാകുന്നു. അപ്പോൾ കരുണയാണെങ്കിൽ ദേഷ്യത്തോടെ ഉണ്ണിയെ തന്നെ നോക്കുന്നു. അങ്ങനെ കുറച്ച് മരുന്നൊക്കെ കുറിച്ച് കൊടുത്ത് അവർ രണ്ടുപേരെയും പറഞ്ഞു വിടുമ്പോഴത്തേക്കും കരുണയാണെങ്കിൽ പുറത്തേക്ക് വന്ന് ഉണ്ണിയോട് നന്നായിട്ട് തട്ടിക്കയറുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഞാൻ മഹാലക്ഷ്മിയെപ്പോലെ നിങ്ങളെ ചതിച്ചെന്നോ? അങ്ങനെ ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയൊക്കെ നാണക്കേട് സഹിച്ച് കമലേശ്വരം തറവാട്ടി വന്ന് ഇയാളോടൊപ്പം താമസിക്കേണ്ട ഒരാവശ്യം എനിക്കില്ലായിരുന്നു. ഇപ്പം തന്നെ ആയാലും കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ എന്നെങ്കിലും അദ്ദേഹത്തിന് ദാനം തോന്നി തന്നെങ്കിലല്ലേ ഇയാൾക്ക് വല്ല ഉള്ളൂ. അല്ലാതെ എന്തുണ്ട്? ഞാനൊന്ന് ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിൽ ഞാൻ മറ്റൊരാളുടെ ഭാര്യ ആയേനെ. അത് മറക്കണ്ട എന്ന് പറഞ്ഞ് കരുണ പോകുമ്പോഴത്തേക്കും ഉണ്ണിയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു. എനിക്കൊരു അബദ്ധം പറ്റിയതാ. മഹാലക്ഷ്മി ഏട്ടത്തി കണ്ണേട്ടനെ ചതിച്ചതുപോലെ നീയും എന്നെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പോയി. അതിന് മഹാലക്ഷ്മി അല്ല. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ കരുണയെ വിളിക്കുന്നുണ്ട്. മോളെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞ്? പ്രതീക്ഷയ്ക്ക് വഴിയൊന്നുമില്ല മുത്തശ്ശി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് ഇന്നലെ കഴിച്ച ഫുഡിൻ്റെയും കണ്ട് പ്രശ്നമാണെന്ന്.
കൃത്യമായിട്ടും ചികിത്സ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകൂന്നാ അവർ പറയുന്നത്. കാരണം അത്രയും വീര്യം കൂടിയ മരുന്നല്ലേ എൻ്റെ ഉള്ളിൽ പോയത്. മോള് വിഷമിക്കേണ്ട മോളെ, എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നില്ലേ. കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റി. മാത്രമല്ല മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ജീവന് നഷ്ടമായി. മാസം തോറും അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ എല്ലാ മാറ്റങ്ങളും വന്നു തുടങ്ങി. ഈ സാഹചര്യത്തിൽ അധികം താമസിക്കാതെ എൻ്റെ ഉണ്ണിക്കുട്ടനും മോക്കും ഒരു കുഞ്ഞുണ്ടാകും. മുത്തശ്ശിയാ പറയുന്നത് എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു.